നാളെ പെസഹ വ്യാഴം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ. ജീവിതത്തിന്റെ കേന്ദ്രമായ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട ദിവസം. 2 സുവിശേഷ വായനകൾ നാളെയുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ശുശ്രൂഷയുടെ മാതൃകയായിട്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതാണ്. നമ്മുടെയൊക്കെ സ്നേഹം ജെനുവിൻ ആകണമെങ്കിൽ 2 സ്പെസിഫിക്കേഷൻസ് മസ്റ്റായിട്ട് വേണമെന്ന് ഈ 2 സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, തൻ്റെ കൂടെയുള്ള മനുഷ്യരെ സഹോദരന്മാരായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ. കാലുകൾ കഴുകിയതിന് ശേഷം ഈശോ അവരോട് പറയുന്നുണ്ട്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന്, സഹോദരന്മാരെന്ന് വിളിക്കും, ശിഷ്യന്മാരല്ല. ഈശോ പൂർണ്ണമായി കാലുകൾ കഴുകിക്കൊണ്ട് അവരെ സ്വീകരിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിലും നമ്മളില്ലേ, ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ, പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാലുകൾ കഴുകിക്കൊണ്ട് സ്വീകരിക്കുക. ശുശ്രൂഷയുടെ മാത്രമല്ല, ഒരു മനുഷ്യനെ നമ്മുടെ സ്നേഹത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് കാലുകൾ കഴുകുക എന്ന് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലാണെങ്കിലും അവൻ അപ്പം എടുത്ത് അവർക്ക് പങ്കുവെച്ച് നൽകുന്നുണ്ട്. സംതൃപ്തിയോടുകൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് അവൻ വിളമ്പുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ നോക്കി, വീട്ടിലേക്ക് ഒരാൾ വന്നു പോകുന്നതിന് മുൻപ് വയറ് നിറച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും. മതി എന്ന് പറഞ്ഞാലും നമ്മൾ പറയും, കഴിക്കുക, കുറച്ചും കൂടി കഴിക്കുക. അതൊക്കെ ആദിത്യ മര്യാദയുടെ ഭാഗമാണ്. വയറ് നിറഞ്ഞ് സംതൃപ്തിയോട് കൂടെ പോകുന്ന ഒരു മനുഷ്യൻ സ്നേഹത്തിലും മനസ്സിലും സംതൃപ്തിയോട് കൂടെ തന്നെ യാത്രയാകുന്നത്. കാലുകൾ കഴുകിക്കൊണ്ട് അവരെ നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. വയറ് നിറയെ, മനസ്സ് നിറയെ സ്നേഹം നൽകി നമ്മളെ ആദരിച്ചു. നമ്മുടെ സ്നേഹത്തിൻ്റെയും പരിപൂർണതയ്ക്ക് ഈ 2 ഭാവങ്ങൾ ഉണ്ടാവണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഒന്ന്, മനുഷ്യനെ നമ്മുടെ സഹോദരന്മാരായിട്ട്, സ്നേഹിതന്മാരായിട്ട് സ്വീകരിക്കുക. അവർക്ക് കൂടാരം ഒരുക്കുക. വയറ് നിറയെ, മനസ്സ് നിറയെ, അവരുടെ ജീവിതങ്ങൾ നിറയെ വിളമ്പാനായിട്ട് പഠിക്കുക. പെസഹ വ്യാഴം നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. പരസ്പരം വിഭജിച്ച് നൽകുക. മറ്റൊരു സഹോദരൻ്റെ, മറ്റൊരു മനുഷ്യൻ്റെ സംതൃപ്തി ലഭിക്കും വിധം നമ്മളെ തന്നെ വിഭജിച്ച് നൽകുക. രണ്ടാമതായിട്ട്, നമ്മുടെ സഹോദരൻ്റെ കാലുകൾ കഴുകി അവനെ സ്വീകരിക്കാൻ, അവന് കൂടാരമൊരുക്കുവാൻ തയ്യാറാവുക.